മാം, ഇത് വന്നിട്ട് ഒരു മൊഡാൽ സിൽക്കിന്റെ സാരിയാണ്. ഇതിന്റെ ഒരു ഡോക്ടറാണ് ക്ലയന്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ വിത്ത് ബ്ലൗസ് അവർക്ക് നന്നായിട്ടൊരു ഡിസൈൻ വേണം എന്ന് പറഞ്ഞു. ഇതാണല്ലേ ബ്ലൗസ്? ഇത് ബ്ലൗസ് എന്തെങ്കിലും നെക്ക് അല്ലെങ്കിൽ റെഫറൻസ് പിക്ചർ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഒരു പാറ്റേൺ തന്നെ. ഇത് വരുമ്പോഴത്തേക്കും അവരെ ഒരു ബ്രൈഡൽ സാരിക്ക് മാച്ച് ചെയ്യാനായിട്ട് ഒരു ബ്ലൗസ് എടുത്തതാണ്. പ്ലസ് വേറെ കോമൺ സാരീസിന്റെ കൂടെയും മീൻസ് കേരള സാരിയുടെ കൂടെയൊക്കെ ഇടാനും മിക്സ് ആൻഡ് മാച്ചിന്റെ ഈ ഒരു ബ്ലൗസും ഇത് മൊഡാലിന്റെ വിത്ത് ബ്ലൗസ്. ഇത് ഇങ്ങനെ കണ്ട് എല്ലാവർക്കും ഇപ്പൊ മൊഡാൽ മാത്രമായി. നെക്ക് ലൈൻ ഒന്നും പറയുന്നില്ല അല്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓപ്പൺ നെക്കാണ് വേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് ഷേപ്പ് കൊടുത്ത് സ്ലീവ് റെഗുലർ സ്ലീവ് പ്രിൻസസ് കട്ട് ഒരു പടി പോലെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് ബോർഡറിൽ ഇങ്ങനെ ഒരു സരി പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് തോന്നുന്നു മൊഡാലിന്റെ കൂടെ മിറർ വർക്ക് നല്ലതാണ്. അപ്പൊ നമുക്ക് മിറർ വർക്ക് സരി വെച്ചിട്ട് മിറർ വർക്ക് ചെയ്യാം. സ്ലീവ് മാത്രം മതി തോന്നുന്നു മാം, ബിക്കോസ് ഡോക്ടർ ആയതുകൊണ്ട് എനിക്കൊന്ന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ജസ്റ്റ് സ്വീറ്റ് ഹാർട്ട് നെക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ബോ, ബിക്കോസ് നമ്മൾക്ക് പേസ്ലി ബോസും ബട്ട്സും അങ്ങനെയൊക്കെ ഭയങ്കര 17 years കൊണ്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ ഒരു ബോ പോലെയും കൊടുക്കാം. ഇതിന് എനിക്ക് തോന്നുന്നു ബോർഡർ വെച്ച് ഇതും ഓപ്പൺ നെക്ക് തന്നെ ചെയ്യാം, ബിക്കോസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം എന്നല്ലേ പറഞ്ഞ്. അപ്പം ഞാനൊരു ഓപ്പൺ നെക്ക് കൊടുത്തിട്ട് അപ്പൊ നമ്മളിപ്പം ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു സാധനല്ലേ അൺഈവൻ എഡ്ജസ്, അത് ചെയ്യാം. അൺഈവൻ എഡ്ജസ് വന്നിട്ട് നെക്കിലും സ്ലീവിലും അതും എനിക്കൊന്ന് ഈ അൺഈവൻ എഡ്ജസ് നെക്കിലൊക്കെ വരുമ്പോ നല്ല ഭംഗിയാണ് അല്ലെ? നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത് എനിക്ക് തോന്നുന്നു അൺഈവൻ എഡ്ജസ് വെച്ചിട്ട് ഗോൾഡ് വേറെ കളർ ആഡ് ചെയ്യണം എന്ന് എനിക്കില്ല. എനിക്കൊന്ന് ലൈറ്റ് ആൻഡ് ഗോൾഡ് ആഡ് ചെയ്താലും നന്നായിരിക്കും. മതിയല്ലോ? ഇനി ഞാൻ പോട്ടെ. ബൈ ബൈ.